നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഷവായ വീട്ടിലെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം കേട്ടോ. അതിനായിട്ടൊരു വലിയ സവാള, ടൊമാറ്റോ, അല്പം കറിവേപ്പില, മല്ലിയില, പിന്നെ ഒരു പച്ചമുളക്, ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. സൂപ്പർ മസാലയാണ് കേട്ടോ ഇത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഓവനിലാണ് ചെയ്യുന്നത്. ഓവനില്ലാതെ ചെയ്യാവുന്നതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കട്ടിയുള്ള തൈര്, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി, ഗരം മസാല, അല്പം സൺഫ്ലവർ ഓയിൽ, പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ്, ഒരു 1/4 ടേബിൾ സ്പൂൺ സോയാ സോസ്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് മസാല റെഡിയാക്കിയിട്ടുണ്ട്. ഇനി സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ നന്നായിട്ട് കഴുകി വാഷ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു ചിക്കൻ്റെ മുകളിൽ നന്നായിട്ട് ഫോക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കുക കേട്ടോ. മസാല അതിനകത്തേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് മസാല അതിൻ്റെ മുകളിലായിട്ട് നല്ലതായിട്ട് പുരട്ടി കൊടുക്കാം. ഇതൊരു 6 മണിക്കൂറെങ്കിലും നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഓവർനൈറ്റാണ് വെക്കുന്നത്. തലേദിവസം വെച്ചിട്ട് പിറ്റേ ദിവസമാണ് നമ്മളിത് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ തലേദിവസം മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനാണ്. അപ്പോൾ ചിക്കൻ്റെ മുകളിൽ നിന്ന് മസാലയൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. എന്നിട്ട് വേണം ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്കിതിൻ്റെ 2 കാലും നന്നായിട്ടൊന്ന് പിടിച്ച് കെട്ട ഒരു നൂല് വെച്ചിട്ട്, അതുപോലെ തന്നെ അതിൻ്റെ ചിറക് ബാക്ക് സൈഡിലേക്കും പിടിച്ചിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം അത് കുക്കാവുന്ന സമയത്ത് നന്നായിട്ട് വിടർന്നു പോവും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു ചിറക് ഭാഗവും നമുക്ക് ഇതുപോലെ ബാക്ക് സൈഡിലേക്ക് പിടിച്ച് കെട്ടാം. ഇനി ഇതിനെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് റോട്ടിസോറി സ്റ്റിക്കിലേക്ക് ഇതിനെ കയറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡിലും ഓരോ ക്ലിപ്പ് ഉണ്ടാവും കേട്ടോ. ആ ക്ലിപ്പ് 2 സൈഡിലും നന്നായിട്ട് അമർത്തി തന്നെ കുത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു സ്ക്രൂ ഉണ്ട്, അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ കറങ്ങുന്ന സമയത്ത് നല്ല ടൈറ്റോട് കൂടി ചിക്കനും കൂടെ കറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ടൈറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിക്ക് മാത്രം കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. 200 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് നമ്മൾ ഓവന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് 1 മണിക്കൂറാണ് നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഓവനിൽ 2 കോയിലും ചൂടാവുന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതാണ് കേട്ടോ സെലക്ട് ചെയ്യേണ്ടത്. അത് റോട്ടിസറി മോഡാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ചിക്കൻ്റെ വെയിറ്റിനനുസരിച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്യുന്ന ടൈമിൽ വ്യത്യാസം വരും കേട്ടോ. വലിയ ചിക്കനാണെങ്കിൽ കൂടുതൽ ടൈം വെക്കേണ്ടി വരും. വളരെ കുഞ്ഞു ചിക്കനാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 50 മിനിറ്റൊക്കെ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്ന ആ നൂലൊക്കെ ഒന്ന് കെട്ടഴിച്ചു കേട്ടോ. അപ്പോൾ ചിക്കൻ നമുക്കൊന്ന് എടുത്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മസാല നമ്മൾ ബാലൻസ് ഉണ്ടായിരുന്നുണ്ടല്ലോ, ഫ്രൈ പാനിനകത്തേക്ക് നന്നായിട്ടൊന്നിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഈ ചിക്കൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി മസാലയോട് കൂടിയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഷവായാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുക്കറിലും ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ റെസിപ്പി വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നല്ല റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. താങ്ക്